പാരാഗ്വേ പാരീസിലേക്ക് ഉറ്റുനോക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്ത്യൻ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ കരുത്ത് കാട്ടാൻ 117 അംഗ സംഘമാണ് അണിനിരക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് മെഡൽ പ്രതീക്ഷകളുമായി പാരീസിലേക്ക് എത്തുന്നത് എന്ന്. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും ടോക്കിയോയിൽ വെങ്കലവും നേടിയ ബാഡ്മിന്റൺ താരം PV സിന്ധു ഇക്കുറി സ്വർണത്തിൽ കുറഞ്ഞെന്നും പാരീസിൽ ലക്ഷ്യമിടുന്നില്ല. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയിൽ മുന്നിലാണ് PV സിന്ധു. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നിലവിലെ ചാമ്പ്യനായ നീരജ് ചോപ്രയും പാരീസിൽ മെഡൽ സാധ്യതയുള്ള താരമാണ്. മികച്ച റെക്കോർഡുള്ള താരത്തിൽ നിന്നും സ്വർണ്ണ മെഡൽ തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബാഡ്മിന്റൺ ഡബിൾസിൽ മുൻ ലോക 1-ാം നമ്പർ താരങ്ങളായ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യം ഇക്കുറി മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നിരാശപ്പെടുത്തിയെങ്കിലും പാരീസിൽ മെഡൽ സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു. ഭാരോദ്വഹനത്തിൽ ടോക്കിയോയിൽ വെള്ളി നേടിയ മീരാഭായ് ചാനുവും പാരീസിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ്. ഇന്ത്യക്കായി ഇറങ്ങുന്ന ഒരേയൊരു വെയ്റ്റ് ലിഫ്റ്ററാണ് ചാനു. ടോക്കിയോയിലെ വെള്ളി പാരീസിൽ സ്വർണമാക്കി മാറ്റാൻ ഉറച്ചാകും മീരാഭായ് ചാനു ഇറങ്ങുക. ഗുസ്തിയിൽ 50 കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ടും ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നു. 3 തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കൂടിയാണ് വിനേഷ് ഫോഗട്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടി കരുത്ത് കാട്ടിയ ഹോക്കി ടീമിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത്. 41 വർഷത്തിന് ശേഷം മെഡൽ നേടിയ ടീം മൻപ്രീത് സിംഗിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുമ്പോൾ ഗോൾവല കാക്കുന്നത് ഹോക്കിയിലെ വൻമതിൽ PR ശ്രീജേഷാണ്. ഒളിമ്പിക്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.